Hey guys, welcome back to my channel Doodles and Dishes. അപ്പോൾ ഇന്ന് നമുക്ക് ക്രീമി വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയാലോ. കുറേ ദിവസമായി എനിക്ക് കൊതിയാവുന്നുണ്ടായിരുന്നു പാസ്ത കഴിക്കാൻ വേണ്ടി. അപ്പോൾ ലെറ്റ്സ് മേക്ക് ക്രീമി വൈറ്റ് സോസ് പാസ്ത ടുഡേ. അതിനായിട്ട് ഞാനിവിടെ റെഡ് ആൻഡ് യെല്ലോ ബെൽ പെപ്പേഴ്സ്, ക്യാരറ്റ്, മഷ്റൂംസ് ഒക്കെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോപ്പ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ മഷ്റൂം, ക്യാരറ്റ് പിന്നെ ബ്രോക്കലി ഒന്ന് ചെറുതായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. ഒത്തിരി വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു സോഫ്റ്റ് ആവുന്നിടം വരെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. എന്നിട്ട് ആ വാട്ടറിൽ തന്നെ നമുക്ക് പാസ്ത ഇട്ട് ബോയിൽ ചെയ്യാം. എന്താന്ന് വെജിറ്റബിൾസ് ബോയിൽ ചെയ്ത് ആ ടേസ്റ്റ് അതിൽ വരുമല്ലോ. എന്നിട്ട് ചെറുതായിട്ടൊരു എണ്ണ ഒഴിച്ച് കൊടുക്കണം, സോ ദാറ്റ് ഇറ്റ് ഡസൻ സ്റ്റിക്ക് ടുഗദർ. ഞാനിവിടെ ഈ പാസ്ത തന്നെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെന്നെ പാസ്ത ഓർ മാക്രോണി പാസ്ത ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതൊന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ നമുക്കൊന്ന് മാറ്റണം. ഫുള്ളായിട്ട് കുക്ക് ചെയ്യല്. എല്ലാ പാസ്തയുടെ പാക്കറ്റിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ടാവും എത്ര മിനിറ്റാണ് അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമെന്ന്. സോ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിനി സോസ് ഉണ്ടാക്കാം. സോസിന് വേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്നത് ബട്ടർ, മൈദ ആൻഡ് മിൽക്ക് ആയിരിക്കും. അതിൻ്റെ റേഷ്യോ 1:1:10 ആണ്. 1 part ബട്ടർ, 1 part മൈദ ആൻഡ് 10 parts ഓഫ് മിൽക്ക്. സോ ബട്ടർ ഇട്ട് കഴിഞ്ഞ് മൈദ കുറച്ച് എല്ലാം കൂടെ ഒന്നിച്ചിടല്, ചെറുതായിട്ട് കുറച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് ഹൽവ പോലെ ആയിപ്പോവും. സോ ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് മിൽക്കും സെയിം വേ കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നിച്ചെല്ലാം മിൽക്കിട്ട് ഇളക്കാൻ പാടില്ല, അത് കുളമായിപ്പോവും. എൻ്റെ കൂടെ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്, അതാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ പയ്യെ പാലൊഴിച്ച് നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിൻ്റെ ആ കൺസിസ്റ്റൻസി ഒന്ന് തിന്നായി സെറ്റാവുന്നിടം വരെ നമുക്കിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ പാർട്ട് ശരിയായെങ്കിൽ സോസ് നമ്മുടെ ഉഗ്രനായിട്ട് വരും. അല്ലെങ്കിൽ സോസ് കുളമായാൽ പിന്നെ പാസ്ത കഴിച്ചിട്ട് ഒരു യൂസ് ഇല്ല. ഇതിലോട്ട് ഞാൻ ചീസ് ഇടാൻ പോവാണ്. പാർമജാൻ ചീസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. എൻ്റെയൊക്കെ അമൂൽ ചീസ് ഉള്ളായിരുന്നു, അപ്പോൾ ഞാൻ അതിടുവാണ്. ഇതുകൂടെ ഒന്ന് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ക്രീമിനെസ്, ആ ചീസിനെസ് വരും. ചീസ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് പാസ്ത അല്ലേ. സോ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ഒന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതാ സെറ്റായിട്ടുണ്ട്, സോസ് സെറ്റായിട്ടുണ്ട്. സോസ് മാറ്റുന്നതിന് മുന്നേ നമുക്ക് കുറച്ചൊന്ന് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് ഇത് നമ്മൾ മാറ്റി വെക്കുമ്പോൾ ആസ് ദ സോസ് ഗെറ്റ്സ് കൂൾ ഇതിൻ്റെ പുറത്തൊരു പാട പോലെ വരാൻ ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ ബട്ടർ ഇട്ട് കൊടുത്താൽ അത് സെറ്റാവും. ഇനി വേറൊരു പാനിൽ 1 സ്പൂൺ എണ്ണയും കുറച്ച് ബട്ടറും ഇട്ട് കൊടുക്കണം. നമ്മൾ വെജിറ്റബിൾസ് സോട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ മുറിച്ച് വെച്ച റെഡ് ആൻഡ് യെല്ലോ ബെൽ പെപ്പേഴ്സ്, അതിൻ്റെ കൂടെ അനിയൻ ഒന്ന് ചെറുതായിട്ട് 2 minutes സോട്ട് ചെയ്ത് കൊടുക്കാം. അനിയൻസൊക്കെ ഒന്ന് പിങ്കിഷ് കളറായി വരുന്നിടം വരെ അതിൻ്റെ ഈ വെജിറ്റബിളിൻ്റെ റോനെസ് ഒന്ന് മാറ്റാൻ വേണ്ടി. ഇനി നമുക്കിതിലോട്ട് സ്വീറ്റ് കോൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് 2 to 3 minutes നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതിലോട്ടിനി നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്ത് ഒരു 3 to 4 minutes, കൂടുതലൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 3 to 4 minutes ഒന്ന് ബട്ടർ ഒന്ന് പിടിക്കാൻ വേണ്ടി സോട്ട് ചെയ്ത് അതിലോട്ട് പാകമായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഉപ്പ് കൂടുതൽ ഇടണ്ട. എന്താ നമ്മൾ ഇതിൽ ചീസും മഷ്റൂമും ഒക്കെ യൂസ് ചെയ്തതാണ്, അതിൻ്റെ സോൾട്ടിനെസ് കാണും. സോ അതിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്ക് പെപ്പർ കൂടെ ആഡ് ചെയ്ത് നമുക്കിതൊന്ന് 2 minutes കുക്ക് ചെയ്യാൻ വിടാം. ഇനി നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച് പാസ്ത ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒരു 2 to 3 minutes ആ വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റൊക്കെ പാസ്തയിൽ പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2-3 minutes കുക്ക് ചെയ്യാൻ വിടാം. വൺസ് ദാറ്റ് ഈസ് ഡൺ നമുക്ക് റെഡിയാക്കി വെച്ച് സോസ് ഇതിലോട്ട് ഒഴിക്കാം. ഇനി നമ്മൾ സോസ് ഫുൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം,
കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പാസ്ത ആണോ ഇഷ്ടം അതോ ഫുൾ സോസി ആയിട്ടുള്ള പാസ്ത ആണോ ഇഷ്ടം? അതനുസരിച്ച് നമുക്ക് സോസ് ഒഴിച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. എനിക്ക് കുറച്ച് തിൻ കൺസിസ്റ്റൻസി, കുറച്ച് സോസി പാസ്ത ആണ് ഇഷ്ടം. സോ ഞാൻ ഫുൾ സോസ് ഒഴിക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കും, ബിക്കോസ് നമ്മുടെ സോസ് കുറച്ച് തിക്കായിരുന്നു. ഇനി അതിൻ്റെ പുറത്തോട്ട് കുറച്ച് ഓറിഗാനോ ആൻഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഓറിഗാനോ വാങ്ങാൻ പോയില്ല. നമ്മൾ ഈ ഡോമിനോസ് വാങ്ങുമ്പോൾ എക്സ്ട്രാ പാക്കറ്റ്സ് കിട്ടൂലേ, അത് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം എപ്പോഴും പാസ്തയിൽ. എന്താണെന്ന് ഇത് തണുക്കുന്നവരും കുറച്ചുകൂടെ തിക്കായി വരത്തുള്ളൂ. ഇനി ഇതിലോട്ട് 2 സ്ലൈസ് ചീസ് കൂടി ഇട്ട് ഇളക്കി ഒന്ന് കൊടുത്തിട്ട് നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. റിമെമ്പർ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഇനീഷ്യലി പാസ്ത ഹാഫ് കുക്ക് ചെയ്താൽ മതി. ഇത് എന്താണെന്ന് നമ്മളിപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ അത് ഫുള്ളി കുക്ക് ആയി വരും. നമ്മൾ ആദ്യം തന്നെ ഫുൾ കുക്ക് ചെയ്ത് ഇതിലോട്ടുകൂടെ ഇട്ട് കുക്ക് ചെയ്തായിരുന്നെങ്കിൽ കുഴഞ്ഞു പോയേനെ. ആ പാസ്ത ഓരോ പാസ്ത സെപ്പറേറ്റ് ആയിട്ടിരിക്കണമല്ലോ, അപ്പോൾ ഫുൾ കുക്ക് ചെയ്യാൻ പാടില്ല. സോ ഗൈസ്, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്ലേറ്റിംഗ് ഒന്ന് ചെയ്യാം. ഈ വേറെ ഡിഫറെൻറ്റ് വെജിറ്റബിൾസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കളേഴ്സ് കാണാൻ കിട്ടുമല്ലോ. റെഡ്, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്. കാണാൻ എന്തൊരു അപ്പറ്റൈസിങ് ആണല്ലേ. സോ ഇറ്റ് ലുക്സ് വെരി യമ്മി. ഇറ്റ് ലുക്സ് സോ ചീസി ആൻഡ് ക്രീമി. ആ സോസൊക്കെ, ആ ഗ്ലെയറൊക്കെ കണ്ടോ അതിലോട്ട് വരുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് കഴിക്കാൻ പോവാണ്. എനിക്ക് ഇറ്റ്സ് ഇറസിസ്റ്റബിൾ. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റിലിടുക ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഐ എം ഷുവർ യു വിൽ ലവ് ഇറ്റ്. സോ ഇനി നമ്മൾ വേറൊരു വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. Until then, bye bye. Don't forget to like and share my videos.